രാവിലെ ടിഫിന് കൊടുത്തു വിടാനായിട്ട് റവ ബോൾസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവയ്ക്ക് 2.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വന്നോണ്ടേ റവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരം ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വെന്ത് വരുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഓയിലൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഇച്ചിരി ഒന്ന് കുഴച്ച് നല്ല മയം വരുത്തുന്നുണ്ട്. അതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കുന്നുണ്ട്. ഞാനിത് തലേന്ന് രാത്രിയിലേ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം രാവിലെ 5:30ക്ക് എനിക്കിത് 5 മണിക്ക് എണീച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതുകൊണ്ട് ഇത് തലേന്നേ ചെയ്ത് വെക്കും. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് അത് നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കും. നമ്മൾ ഇഡലിയൊക്കെ പുഴുങ്ങിയെടുക്കത്തില്ലേ, അതുപോലെ ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ ചെയ്യാം. ഞാൻ ഇഡലി പാത്രത്തിലാണ് ചെയ്തത്. ഇത്രയും ഞാൻ രാത്രി ചെയ്ത് വെച്ചു. എന്നിട്ട് അത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേന്ന് രാവിലെയാണ് ഞാൻ കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കറിവേപ്പിലയിട്ട് ഒരു സവാളയും കുറച്ച് ക്യാരറ്റും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്കൊരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കൂടെ ചേർക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചുങ്ങൾക്ക് കൊടുക്കാനായിട്ട് രാവിലെ കാപ്പി ഞാൻ അപ്പുറത്തുണ്ടാക്കുന്നുണ്ട്. പാലിൻ്റെ അകത്ത് ഇച്ചിരി കോഫി പൗഡർ ഇട്ട് കൊടുക്കും. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് ഇതോടൊന്ന് വാടി വരട്ടെ. അപ്പോൾ അതുകൂടെ ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ടൊമാറ്റോ സോസിനൊന്നും അളവില്ല, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബോൾസ് ആക്കി വെച്ച് ഈ റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ റവ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊച്ചിന് ടിഫിന് ഞാനൊരു ഏത്തക്കയും കൂടി ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ വീട്ടിൽ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കത്തില്ല. അങ്ങനെ ടിഫിൻ ഇങ്ങനെ കൊടുത്ത് വിടുന്നുണ്ടേ അങ്ങ് കഴിച്ചോളും. അതുകൊണ്ട് ഒരു ഏത്തക്കയും കൂടെ ടിഫിനിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് ചായയൊക്കെ തിളച്ച് വന്നായിരുന്നു. ഞാനിപ്പം ചായയും കൂടെ ഒന്ന് എടുക്കട്ടെ. എന്നിട്ട് മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് കോവയ്ക്കയും ഒരു ക്യാരറ്റും അതിലേക്കൊരു സവാളയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ആദ്യം ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അത് ഇളക്കി വിടും. എന്നിട്ട് ഇച്ചിരി നേരം ഞാൻ അടച്ചു കൊടുക്കും. പിന്നെ ചെറിയ തീയിൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുവേ. കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു. അപ്പം വെള്ളം തിളച്ചോണ്ട് അരിയൊക്കെ കഴുകിയിട്ടു. പിന്നീട് മീനൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു കൂട്ടാനാണ് ഒരു ടൊമാറ്റോ ചട്നി. അതിനായിട്ട് ഒരു സവാള, പച്ചമുളക് ഇതെല്ലാം ഒന്ന് വഴറ്റി ഒരു ഹൈ ഫ്ലെയിമിൽ അതൊന്ന് വഴറ്റും. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ നീളത്തിലരിഞ്ഞ ടൊമാറ്റോയുടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതി. ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നീട് മോരുകറി ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ഉലുവാപ്പൊടി ഇല്ലെന്ന് അറിഞ്ഞത്. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ച് അതിന് ശേഷം മോരുകറി ഉണ്ടാക്കി. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്.